വാർത്തകൾ തുടരുകയാണ്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തൃശൂർ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം വാഗ്ദാനമെന്ന ശബ്ദരേഖ. CPIM പണം വാഗ്ദാനം ചെയ്തെന്ന EU ജാഫറിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട് കോൺഗ്രസ്. പിന്നെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ കാര്യം നടക്കാൻ മുസ്തഫ ഒന്നെങ്കിൽ 50 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവും. ഇത് രണ്ടിലത്തെ ഒരു ഓപ്ഷന്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. ഇപ്പൊ അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച ഒഴിയണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് രാജൻ. ഇവിടുത്തെ പിന്നോക്കക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അത് മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇത് മാത്രം കാര്യം എന്താ? CPIക്കെതിരെ വിമർശനം തുടർന്ന വെള്ളാപ്പള്ളി നടേശൻ. PM ശ്രീയിൽ ഉൾപ്പെടെ CPIയുടെ നിലപാടുകൾ മുന്നണിയിൽ അനൈക്യമെന്ന തോന്നലുണ്ടാക്കി. ഇതിന്റെ പിൻബലം പിന്നാക്കക്കാരുടെ പിന്തുണ. ഈഴവർക്ക് നൽകിയതെല്ലാം മുസ്ലിം ലീഗ് അടിച്ചു മാറ്റിയെന്നും വെള്ളാപ്പള്ളി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SIT അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ്. പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നു. അന്വേഷണ രഹസ്യങ്ങൾ CPIMന് ചോർത്തി നൽകാനുള്ള ശ്രമമെന്നും VD സതീശൻ. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നുകയറി SITയുടെ അന്വേഷണത്തിന്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്വന്തം നേതാക്കളിലേക്ക് അന്വേഷണം വരുമ്പോൾ കോൺഗ്രസിന് SITയെ വിശ്വാസമില്ലാതെയായെന്ന LV ഗോവിന്ദൻ മാസ്റ്റർ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകി. അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്ന N വാസു. കേസിൽ 3ാം പ്രതിയാണ് N വാസു. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ച കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റങ്ങളെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കാനും ആലോചന. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. എറണാകുളം പറവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. മരിച്ചത് പട്ടണപ്പള്ളി സ്വദേശി കാവ്യമോൾ. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച ബന്ധുക്കൾ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. ദേശീയപാത നിർമ്മാണത്തിനിടെ സ്ലാബുകൾ തകർന്നു വീണു. കോഴിക്കോട് തിരുവങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപമാണ് അപകടം. സ്ലാബുകൾ തകർന്നു വീണത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇൻഡോറിലെ മലിനജല ദുരന്തത്തിൽ നടപടിയുമായി സർക്കാർ. മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർക്കെതിരെ നടപടി. ഇൻഡോർ അഡീഷണൽ കമ്മീഷണനെ നീക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നിയമിച്ചു. മലിനജലം കലർന്ന വെള്ളം കുടിച്ച് മരിച്ചവരുടെ എണ്ണം 10ആയി. ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അതിക്രമമുണ്ടായാൽ US രക്ഷയ്ക്കെത്തുമെന്ന് ട്രംപ്. മുന്നറിയിപ്പ്. ഇറാനിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലിന് 7 പേർ കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ശുഭ്മാൻ ഗിൽ നായകനായി തിരിച്ചെത്തും. മുഹമ്മദ് ഷമി ടീമിൽ ഇടം നേടാനും സാധ്യത. പരമ്പരയിലെ ആദ്യ മത്സരം ഈ മാസം 11-ന് വഡോദരയിൽ. വിശദമായ വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുസ്ലിം ലീഗ് സ്വതന്ത്രന് പണം വാഗ്ദാനം ചെയ്തെന്ന പരാതി. CPIM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ലീഗ് സ്വതന്ത്രനായ EU ജാഫറിന് 50 ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചുവെന്ന്
KPCC സെക്രട്ടറി അനിൽ അക്കരയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന വിധമാണ് വടക്കാഞ്ചേരിയിലെ കുതിരക്കച്ചവടമെന്നും അന്തസ്സുണ്ടെങ്കിൽ CPM സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. അതേസമയം ജനവിധി അംഗീകരിക്കുന്ന നിലപാടാണ് തങ്ങളുടേതെന്നും LDF ആരെയും ചാക്കിട്ട് പിടിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൃശൂർ ജില്ലയിലുണ്ടായ തുടർച്ചയായ വിവാദങ്ങളിൽ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ കോൺഗ്രസിന് വീണ് കിട്ടിയ വള്ളിയാവുകയാണ് വടക്കാഞ്ചേരിയിലെ കോഡ് ആരോപണം. മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗമായിരുന്ന EU ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും പിന്നീട് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു. 7 സീറ്റുകളുമായി LDFും UDFും തുല്യനിലയിലായ ബ്ലോക്കിൽ ജാഫറിന്റെ വോട്ട് കൂടി ലഭിച്ചതോടെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് PI ഷാനവാസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് KU ജാഫറിന് 50 ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചതായുള്ള വിവരം പുറത്തുവരുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റായ PI ഷാനവാസിന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവന്ന ശബ്ദരേഖ അടിസ്ഥാനമാക്കി KPCC സെക്രട്ടറി അനിൽ അക്കരയാണ് വിജിലൻസിനെ സമീപിച്ചത്. എന്നാൽ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാത്ത ജാഫർ പൊതുസേവകനെന്ന വിഭാഗത്തിൽ പെടാത്തതിനാൽ പരാതിയിൽ അന്വേഷണം നടത്താനാകുമോ എന്ന് വിജിലൻസ് പരിശോധിക്കുകയാണ്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്നും തങ്ങൾക്ക് പരാതി അന്വേഷിക്കാനായില്ലെങ്കിൽ പോലീസിന് കൈമാറുമെന്നുമാണ് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതേസമയം കോടവിവാദം ഏറ്റെടുത്ത ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF. മൊത്തത്തിൽ കുതിരക്കച്ചവടം നടത്തി ഈ സംസ്ഥാനത്തെ മുഴുവൻ ഭരണ സംവിധാനം, അധികാരങ്ങൾ മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള വലിയ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ സംസ്കാരം CPM ഇന്ന് ഈ സംസ്ഥാനത്തേക്കും കൂടെ എടുത്തിരിക്കുന്നു. ഇത് CPMന്റെ ഉന്നതമായ നേതൃത്വം അറിയാതെ നടക്കില്ല. അങ്ങനെ 50 ലക്ഷം കൊടുത്തും ആ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിക്കേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? വടക്കാഞ്ചേരി MLAയും വടക്കാഞ്ചേരിയിൽ തന്നെ മറ്റൊരു ഉന്നതനായ മറ്റൊരു MLA കൂടിയായ നേതാവും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് വിമർശനങ്ങൾ തള്ളിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു അവസരവാദ നിലപാടും LDF സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വടക്കാഞ്ചേരി വിഷയം വാർത്തകളെ വഴിതിരിച്ചുവിടാനുള്ള അഭ്യാസമാണെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ വിമർശിച്ചു. മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും ഒക്കെ തെളിഞ്ഞ വർഗീയ കൂട്ടുകെട്ടിൻ്റെ നിലപാട് നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തിരിച്ചറിയണം. അത്തരത്തിലുള്ള വാദങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രീതിയിലുള്ള ഈ പ്രവണത, ഉത്തരേന്ത്യൻ പ്രവണത കേരളത്തിൽ ഇല്ലാതിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡന്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIMനില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. കുതിര കച്ചവടം ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പത്രസമ്മേളനത്തിൽ പരസ്യം പറഞ്ഞാണ്. കോൺഗ്രസ് ഐക്കാർ പൂർണ്ണമായിട്ട് BJP ചേർന്ന് ഭരണം പിടിച്ച അനുഭവം കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് 8 സീറ്റുണ്ട്. ആ 8 സീറ്റ് മറികടക്കാൻ വേണ്ടി നടത്തിയ പണിയായത്. അങ്ങനെയുള്ള നിലപാട് ഞങ്ങളില്ല. തങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജാഫറിനെ ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ അനുഭവിക്കണമെന്നാണ് നിലപാടെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് പറഞ്ഞു. തികച്ചും ജനാധിപത്യ വിരുദ്ധം എന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘങ്ങളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ തന്നെ മറ്റൊരു നാണം കെട്ട കച്ചവടമാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ആ കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം വിഷയം ഏറ്റെടുത്ത ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് UDFന്റെ തീരുമാനം. എന്നാൽ KV നഫീസ അടക്കമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ രാജിവെക്കണമെന്ന കോൺഗ്രസും ലീഗും ആവശ്യപ്പെടുമ്പോൾ അതിനെ പൂർണ്ണമായി തള്ളുകയാണ് CPIMഉം LDFും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.
CPIക്കെതിരായ വിമർശനം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിലെ വീട്ടിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ വിമർശനം. ശരിയും തെറ്റുമെല്ലാം ചർച്ച ചെയ്യേണ്ടതായിരുന്നത് മുന്നണിക്കുള്ളിലാണ്. എന്നാൽ CPI എടുത്ത നിലപാടുകൾ മുന്നണിയിൽ അനൈക്യമുണ്ടാക്കിയെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. ഇടതു പാർട്ടികളുടെ ബലം പിന്നാക്ക സമുദായങ്ങളുടെ പിന്തുണയാത്. ഇത് CPI മനസ്സിലാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തനിക്ക് ബിനോയ് വിശ്വത്തിന്റെ കാറിൽ സഞ്ചരിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട്. അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിന് പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി. ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിന്റെ കൂട്ടായ്മയിലെ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ള ഒരു ചിന്തയും ഭാവനയും ജനങ്ങളിൽ ഉണ്ടായില്ലേ. പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി കൊണ്ടുവരികയും അതിനെ CPMന്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി അവിടെ ഓഫീസിൽ പോയി ഏത്തയിടാൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റ് അവർ എല്ലാവരിക്കും ഇതെല്ലാം മാധ്യമങ്ങളിലെ പുറത്താക്കി അതിന് വരുന്നതെന്താണ്? ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യമുണ്ട്. ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവരുടെ സീറ്റ് വളരെ കുറഞ്ഞുപോയി. അവരൊന്നും മനസ്സിലാക്കണ്ടേ, അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇതുമാത്രം കാര്യം എന്താണ്? പിന്നെ അദ്ദേഹം വന്നു കാശ് മേടിക്കും, കൈ തരും. കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഒരു എൻ്റെ മര്യാദ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്ന് CPIക്കാർ തെറ്റായ വഴിക്ക് ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യവസായിയാണ്. അതിനാൽ തിരഞ്ഞെടുപ്പിന്റെയും മറ്റും ഭാഗമായി CPIക്കാർ ഫണ്ട് പിരിച്ചു കാണും. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റും ശരിയും പറയാനോ ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയുമായി തർക്കത്തിന് ഇല്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഒറ്റ പൈസ പോലും എന്തായാലും മുൻകിട്ടില്ല. വെള്ളാപ്പള്ളിക്കാർ ഫണ്ട് പിരിച്ചു കാണും, റേഷനൊക്കെ കൊടുത്തിട്ട് അത് കാണും. അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അർഹിതമായിട്ടോ ഒരു പൈസ പോലും ഇരിക്കുന്ന പണിവ് CPIക്കില്ല. അതുകൊണ്ട് അവർ വെറും വർത്താനം മാത്രമാണ്. ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. അത് അദ്ദേഹത്തിന് കൂടിയില്ല, നിങ്ങൾക്കും കൂടിയില്ല. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി കാണാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മതനിരപേക്ഷ നിലപാടിനെ CPM അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളെ അംഗീകരിക്കില്ല. ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. സ്കൂൾ തുടങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന് പ്രമുഖ നേതാവാണ്. അദ്ദേഹം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യം ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ആ പ്രതികരണത്തെ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അംഗീകരിക്കാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കും. അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളത് SNDPക്ക് നേരിട്ട പ്രശ്നവും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങളിപ്പോൾ അതിൽ പാർട്ടി നിലയിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ഗവൺമെൻറ് എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് SNDP ആയാലും മറ്റാരായാലും സ്കൂൾ തുടങ്ങുന്നതിന് പ്രയാസം ഉണ്ടായിട്ടെങ്കിൽ ആ പ്രയാസം പരിഹരിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുണ്ട്. അതിൽ ഞങ്ങൾക്ക് അതൊക്കെ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെള്ളാപ്പള്ളിക്ക് കുടപിടിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത്. കേരളത്തിന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിന്റെ കീഴിലല്ലേ നടപടി എടുക്കണ്ടേ?
എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ സർവ്വ അനുഗ്രഹ ആശസ്സുകളോടും കൂടിയാണ് ഇതെല്ലാം പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയാണ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിച്ചത്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. ഈ വർഗീയ പ്രചരണം ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പുറകിൽ. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നാവായിട്ടാണ് വേറെ ചില ആളുകൾ ഇത് പറയുന്നത്. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നോട് കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നും മുസ്ലിംകളുടെ വക്താവാണെന്നും വെള്ളാപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ സോദരസേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമി, ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ചയിൽ എൻ്റെ അന്ത്യന്തരിയും വ്യാഖ്യാനിച്ച് ഞാൻ മതവാദിയാണ്, അല്ലെ തീവ്രവാദിയാണ്, അല്ലെ മുസ്ലിം വിരോധിയാണ്, അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്ന് നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദിന്റെ അച്ഛനുണ്ട്, വേണ്ട പറച്ചിലുണ്ട്. തൊട്ടുകൂടായ്മയുടെ വികൃതമുഖം വീണ്ടും എന്ന പേരിൽ SNDP മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലാണ് CPI വിമർശിച്ച വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറിയതിന് പിന്നാലെയുണ്ടായ വിവാദം കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഐത്തത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും വൃത്തികെട്ട മുഖമാണ് വെളിച്ചത്ത് കൊണ്ടുവന്നതെന്നും തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയത് രാജ്യദ്രോഹം പോലെ വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. CPIക്കെതിരെ വിമർശനവും CPIM-ന് പുകഴ്ത്തലും ലേഖനത്തിലുണ്ട്. ഈഴവർ പോലെയുള്ള സമുദായങ്ങളാണ് ഇടതു പാർട്ടികളുടെ നട്ടെല്ല്. അത് അറിയാവുന്ന കിനാവിലാണ് CPIM സമുദായങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നത്. എന്നാൽ CPIയുടെ നവോത്ഥാന നേതാക്കൾ ആ ബോധ്യമില്ലാതെയാണ് വെള്ളാപ്പള്ളിയുടെ എന്നും വിമർശനം. SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറിയുമായി CPIM പുലർത്തിയ ബന്ധം കാരണമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ദോഷമുണ്ടായതെന്ന് വിലയിരുത്തുന്ന CPI ഇപ്പോഴും മൂഢസ്വർഗത്തിലാണെന്നും വെള്ളാപ്പള്ളി തന്റെ ലേഖനത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് തനിക്ക് അടുത്ത സൗഹൃദവും സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളി ഇടത് സർക്കാർ തന്നെ മൂന്നാമതും ഭരണമേറുമെന്ന സ്ഥിതിയിലേക്കു തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ഉറപ്പിച്ചു പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സമ്മർ ഇൻ ബെത്ലഹേം തിരുമുല്ലവാരം ഫെസ്റ്റ്. കൗതുകം, സന്തോഷം, അത്ഭുതം. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഒരുമിക്കുന്ന ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9495329847. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടിവി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.
കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസന്റ്സ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. It's okay. അത് ശരി, കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ. 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴി MRI സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ VPS സ്കാനിൽ ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക MRI സ്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ വഴി ചെറിയ ചലനങ്ങളിൽ പോലും മികവാർന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. തികഞ്ഞ സംതൃപ്തി ഉറപ്പു നൽകുന്നതോടൊപ്പം സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. 1ാം സമ്മാനം 20 കോടി രൂപ, 2ാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്, 3ാം സമ്മാനം 10 ലക്ഷം വീതം 20 പേർക്ക്, 4ാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക്, 5ാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. മാധ്യമപ്രവർത്തകനെതിരായി തീവ്രവാദി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് S. സുനന്ദാണ് പരാതി നൽകിയത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം കലാപാഹ്വാനമാണെന്നും പേര് നോക്കി തീവ്രവാദി പരാമർശം നടത്തുന്നത് ചേരിത്തിരിവ് ഉണ്ടാക്കുമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മറ്റത്തൂരിൽ KPCC സമവായം. BJP പിന്തുണയിൽ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി നൂർ ഷാജഹാൻ നവാസ് നാളെ രാജിവയ്ക്കും. BJPയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റ് ഏറ്റുപറയാനും ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കുകയും ചെയ്യുമെന്നും ധാരണയായി. KPCC പ്രസിഡന്റ് വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റോജി M. ജോൺ MLAയുമായി വിമത നേതാവ് TM ചന്ദ്രൻ അടക്കമുള്ളവരാണ് ചർച്ച നടത്തിയത്. വിമത വിഭാഗം നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി വയനാട് നടക്കുന്ന ചീനന്തൻ
ശിബിർ എന്ന പരിപാടിക്ക് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്ന നേതാക്കളുടെ പൊതു അഭിപ്രായത്തിലാണ് ധാരണ. മറ്റത്തൂരിലെ KPCC സമവായം എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റത്തൂരിൽ വലിയ ഒരു വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വിമതിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നിരവധി പേരെ പുറത്താക്കുന്ന നടപടികൾ അടക്കമുണ്ടായിട്ടുണ്ടായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമാണ്. എന്തായാലും നിരവധി പേരെയാണ് KPCC പുറത്താക്കിയത്. മറ്റത്തൂരിൽ KPCC ഇപ്പോൾ സമവായം എന്നതാണ് അറിയാൻ കഴിയുന്ന വാർത്ത. BJP പിന്തുണയിൽ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് നാളെ രാജിവെക്കും എന്നതാണ് അറിയുന്നത്. BJPയിൽ സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റ് ഏറ്റുപറയാനും ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരം ഒരുക്കുകയും ചെയ്യും എന്നും ധാരണയായി. KPCC പ്രസിഡന്റ് വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. റോജി M. ജോൺ MLAയുമായി വിമത നേതാവ് TM ചന്ദ്രൻ അടക്കമുള്ളവരാണ് ചർച്ച നടത്തിയത്. വിമത വിഭാഗം നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം എന്തായാലും അതിന്റെ വഴിക്ക് നടത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന മറ്റ് നേതാക്കൾ അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി വയനാട് നടക്കുന്ന ചിന്തൻ ശിബിര എന്ന പരിപാടിക്ക് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്നും നേതാക്കളുടെ പൊതു അഭിപ്രായത്തിലാണ് ധാരണ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SIT അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITയെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും SITയിൽ CPIM ബന്ധമുള്ള പോലീസുകാരുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഇടതുമുന്നണി തദ്ദേശ തിരഞ്ഞെടുപ്പോടെ ശിഥിലമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്നും അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വാദം അവാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി SITയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ടീം UDF ആയി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ LDF ആണ് മറുവശത്ത്. ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി LDF ശിഥിലമാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വന്തം നേതാക്കളിലേക്ക് അന്വേഷണം വരുമ്പോൾ കോൺഗ്രസിന് SITയെ വിശ്വാസമില്ലാതെയായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. SIT അന്വേഷണം ഫലപ്രദമാണ്. 2 പ്രധാന പ്രതികൾ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കണം. അടൂർ പ്രകാശും ആന്റണിയും എന്തിന് പ്രതികൾക്കൊപ്പം പോയെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ 1 കൊള്ള നടത്തുന്ന നേതൃത്വം കൊടുത്ത 1-ാം പ്രതി, 2 ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി. ഈ 2 പേരും സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള, ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി. ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ UDFൻ്റെ കൺവീനർ പോയത്? അതുപോലെ തന്നെ MP എന്തിനാണ് പങ്കെടുത്തത്? ആന്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ SITയെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം SIT എന്ന് പറയുന്നത് ഇവരെന്താ ധരിച്ചിട്ടുള്ളത്?
അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ. ആ സംവിധാനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. അത് വരുമ്പോൾ കൃത്യമായിട്ട് അറിയും ഓരോരുത്തരുടെയും പങ്ക് എന്താണെന്നും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സുപ്രീം കോടതിയിൽ. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് എൻ വാസു അപ്പീൽ നൽകിയത്. അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും തന്നെ കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് വാസുവിന്റെ വാദം. UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എംപിക്കെതിരെ CPIM നടത്തുന്ന കള്ളപ്രചാരണത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയം മാറ്റാനാണ് പുതിയ ആരോപണം നടത്തുന്നതെന്നും നേതൃത്വം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വീണ്ടും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ UDFന്റെ സംസ്ഥാന കൺവീനറും ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശിന്റെ പേരിലാണ് CPIM ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ടൈമിൽ കോന്നിയിൽ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായി കഴിഞ്ഞ ടൈമിൽ മത്സരിക്കുകയും ഇപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അടൂർ പ്രകാശിന്റെ സഹയാത്രിയും കൂടിയായ റോബിൻ പീറ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് റോബിൻ പീറ്റർ ഈ വിവാദത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ, സത്യമായ കാര്യങ്ങളെ മറച്ചു വെക്കുന്നതിനോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്നതിനും അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDFനെയും കോൺഗ്രസിന്റെയും ആ ജനപ്രതിനിധി അല്ലെങ്കിൽ നേതാക്കന്മാരെ വഴിചാരിക്കൊണ്ട് പോകുന്ന ബോധപൂർവമായിട്ടുള്ള, ഇത് വെറുതെ പറയുന്നതല്ല, അവർ നടത്തിയ കൃത്യമായ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ UDF നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ശബരിമല എന്ന പരിപാവനമായ ആ ആരാധനാലയത്തെയും അതിൻ്റെ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം ഇല്ലാതാക്കി ശബരിമലയുടെ ആ പരിപാവനത നഷ്ടപ്പെടുത്തിയവർക്കെതിരെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചതിൻ്റെ കൂടി ഫലമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. അത് മനസ്സിലാക്കി രാഷ്ട്രീയമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ മുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മുകളിലേക്ക് ഈ പഴി അല്ലെങ്കിൽ ഇത് ചാർത്തിക്കൊടുത്ത് രക്ഷപ്പെടാനാണ് CPIMും നേതാക്കന്മാരും ശ്രമിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ ഒരു തരത്തിലും വിശ്വസിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ആരാണെന്നും എന്താണെന്നും ഉള്ളത് ഇന്നലെയും ഇന്നും വന്ന ആളൊന്നുമല്ല. ശ്രീ അടൂർ പ്രകാശ് കോന്നിയിൽ 23 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു. രാഷ്ട്രീയ രംഗത്ത് മാന്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയങ്ങളിലൊക്കെ ഈ CPIMും പലരും ഉന്നയിച്ചല്ലോ. അതല്ല എവിടെ പോയി നിൽക്കുന്നു? അതിൻ്റെയൊക്കെ പിന്നീടുള്ള സ്ഥിതി എന്തായിരുന്നു? ബഹുമാനപ്പെട്ട കോടതികൾ പോലും അത്തരം കാര്യങ്ങൾ അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം അസത്യമാണ് അല്ലെങ്കിൽ വസ്തുതാപരമല്ല എന്ന് കോടതി പോലും നിരവധി വിധികളിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണവും അവസാനം ഇപ്പോൾ SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിരോധം എന്ന നിലയിൽ ആയിരിക്കണമല്ലോ കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായും ഈ സ്വർണ്ണ കൊള്ള ശബരിമലയുടെ ഈ അവിടെ നിന്നും അവിടുത്തെ ശ്രീകോവിലിലെ പാളി സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നാൾ വഴികളിലേക്ക് നമ്മളൊന്ന് കടന്നു അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ ആരൊക്കെയാണ് ഇന്ന് ജയിലിലുള്ളത്? നിസ്സാരക്കാരാണോ ജയിലിലുള്ളത്? പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കമ്മീഷണർ ആയിട്ടുള്ള ആള്, ഇവിടുത്തെ മുൻ MLA, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അതിനുശേഷം അത് എത്തി നിൽക്കുന്നത്
പിന്നീട് വന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇവർ ഇത്രയും ആരോപണങ്ങൾ തിരിച്ചുന്നയിക്കുമ്പോൾ അത് വീണ്ടും ഈശ്വര വിശ്വാസമുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും, ഈ കള്ളത്തരങ്ങൾ ഒരിക്കലും അത് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ കുറെ കൂടി വ്യക്തമായി വരും. ഇവരുടെ ഒരു ഗൂഢാലോചന, ദൈവമില്ലെന്ന് പറയുന്ന ഇവരുടെ ഒരു കേന്ദ്ര തലത്തിലും അല്ലെങ്കിൽ വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കൊള്ള മൊത്തം നടന്നിരിക്കുന്നത്. എത്ര കോടിക്കണക്കിന് രൂപയാണ് അവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. ഈ ആരോപണത്തെ അപ്പം ജില്ലാ കോൺഗ്രസ് നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ശക്തമായി പ്രതിരോധിക്കും. തീർച്ചയായിട്ടും ഈ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അത് ഇപ്പൊ മാത്രമല്ല, ഒരു കള്ളം പലതവണ പറഞ്ഞ് അത് സത്യമാക്കുന്ന ഒരു സമീപനം ഇവിടെ സി പി എമ്മിനുണ്ട്. അതാണ് ഈ കാര്യത്തിലും അവരെടുത്തിരിക്കുന്ന സമീപനം. അതിനെ ശക്തമായി പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും പൊതുസമൂഹത്തിന് മുമ്പിലും ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇവരുടെ ഈ കള്ളത്തരം അത് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രചരണങ്ങളും പരിപാടികളും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഉണ്ടാവും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറന്റി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് ടവർ സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടിവി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സമ്മർ ഇൻ ബെത്ലഹേം തിരുമുല്ലവാരം ഫെസ്റ്റ്. കൗതുകം, സന്തോഷം, അത്ഭുതം. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഒരുമിക്കുന്ന ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9495329847. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. അനശ്വര ജ്വല്ലേഴ്സ്, ദ ക്യൂൻ ഓഫ് ലൈറ്റ് വെയ്റ്റ്സ്, അടൂർ, കൊച്ചി ആൻഡ് കൊല്ലം.
പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്കെതിരെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഗാന്ധി സ്ക്വയറിൽ പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷന് മുന്നിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിനു ചുള്ളിയിലാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. നിലവിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ മുല്ലപ്പള്ളിയെ ഇറക്കണമെന്ന ആവശ്യം പാർട്ടിക്കും മുന്നണിക്കും അകത്ത് ശക്തമാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ K സുധാകരന് അനുമതി നൽകിയാൽ 1/2 ഡസനോളം MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ രംഗത്ത് വരുമെന്ന തലവേദന ഒഴിവാക്കാൻ കൂടിയാണ് ഹൈക്കമാൻഡ് മുല്ലപ്പള്ളിയുടെ പേരിലേക്ക് ചർച്ച കൊണ്ടുവന്നത്. മുല്ലപ്പള്ളി വിജയിച്ച UDF ഭരണം വരികയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പദവി എന്നും നേതൃത്വത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ കളത്തിലിറക്കിക്കൊണ്ട് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. മുതിർന്ന നേതാക്കളായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയ നേതാക്കളെ, K മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ മത്സരത്തിനിറക്കിക്കൊണ്ട് പരമാവധി സീറ്റുകളിൽ മികച്ച വിജയം നേടുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനോടും VM സുധീരൻ അടക്കമുള്ള മുൻ KPCC അധ്യക്ഷന്മാരോടുമെല്ലാം തന്നെ മത്സരത്തിനൊരുങ്ങിക്കൊള്ളാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും പരോക്ഷമായി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഘടകകക്ഷി നേതാക്കൾക്കും അക്കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട് എന്നാണ് UDFിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനടക്കം മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും മത്സരരംഗത്ത് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നു. താൻ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ള സൂചനകൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ പ്രസ്താവനയിലൂടെ സൂചന നൽകുകയുണ്ടായി. അതിന്റെ ഒരു പരിണിത ഫലമായി ഒരു ചർച്ച പുതുതായി രൂപപ്പെട്ടിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്ന എവിടെ നിന്നായിരിക്കും എന്നുള്ളത്. കോഴിക്കോട് ജില്ലയിലെ 2 മണ്ഡലങ്ങളുടെ പേരാണ് പ്രധാനമായും പലരും ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അതിനപ്പുറത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനിടയുള്ള മറ്റൊരു നിയോജക മണ്ഡലം കൂടിയുണ്ട്. അത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് കണ്ണൂർ എന്ന് പറയുന്നത് അദ്ദേഹം ഏറെക്കാലം പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. കണ്ണൂരിന്റെ MP-ആയി പലതവണ മിന്നുന്ന വിജയം നേടിയ ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ മുല്ലപ്പള്ളി ഗോപാലന്റെ മകൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് കണ്ണൂരിന്റെ ഇടതുകോട്ട പൊളിച്ചടുക്കിയ ഒരു പാരമ്പര്യമുണ്ട്. ഒപ്പം തന്നെ വടകര എന്ന് പറയുന്ന ഇടതുപക്ഷം മാത്രം വിജയിച്ചു വന്ന ഒരു ഇടത്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിലേക്ക് വിജയിച്ചു വരുന്നത് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം തന്നെയാണ് പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ 3 നിയോജക മണ്ഡലങ്ങളുടെ പേരാണ് പ്രധാനമായും കേൾക്കുന്നത്. നാദാപുരവും പേരാമ്പ്രയും വെച്ചുമാറുകയാണെങ്കിൽ പേരാമ്പ്രയിൽ നിന്നോ അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്നോ അതുമല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനവിധി തേടുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായി മുല്ലപ്പള്ളിയുടെ പേര് പറയുന്നത് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മുല്ലപ്പള്ളിയെ പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകളാണ്. കാരണം കണ്ണൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണ വിജയിച്ചത് കടന്നപ്പള്ളി രാമചന്ദ്രനിലൂടെ LDF ആണ്. ഇത്തവണ കടന്നപ്പള്ളി രാമചന്ദ്രന് LDF സീറ്റ് നൽകില്ല. പകരം ആ സീറ്റ് CPIM ഏറ്റെടുക്കും. ഫലത്തിൽ അവിടെ ശക്തമായൊരു പോരാട്ടം നടക്കും. അപ്പോൾ UDFന് സ്വാഭാവികമായും കണ്ണൂരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ജില്ലാ നേതാവിന്റെ ഒരു ഇടപെടൽ മാത്രം അവിടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായാൽ പോരാ എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ K സുധാകരനെയോ പോലുള്ള ശക്തമായ നേതാക്കൾ ഉണ്ടാകണം എന്നൊരു ആവശ്യം ഘടകകക്ഷികളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. മത്സരിക്കാൻ നേതൃത്വം പറഞ്ഞാൽ താൻ തയ്യാറാണ്, കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ ഒരുക്കമാണ് എന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന്റെ മുൻപിൽ അപ്പോഴുള്ള ഒരു വെല്ലുവിളി, ഒരു MP-ക്ക് മത്സരിക്കാൻ പ്രത്യേക അനുമതി കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് 1/2 ഡസനോളം MPമാർ മത്സര സന്നദ്ധത അറിയിച്ചവരായി രംഗത്തുണ്ട്. അവർ പലതരത്തിൽ ഒരുപക്ഷേ പാർട്ടിക്കുള്ളിൽ കലഹമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ K സുധാകരന് മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകുക എന്നുള്ളത് വളരെ വളരെ വിദൂരമായൊരു സാധ്യത മാത്രമാണുള്ളത്.
അവിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് ലീഗ് നേതൃത്വം അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നും ഒരുപക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനവിധി നേടാനുള്ള സാധ്യതകൾ ഏറെയാണ്. കണ്ണൂരിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരിക, കരുത്തുറ്റ ഒരു പോരാട്ടം അവിടെ നടത്തി ആ കണ്ണൂർ മണ്ഡലം വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇത്തവണ UDF-ന് ചൂണ്ടിക്കാണിക്കാൻ കെ സുധാകരൻ കഴിഞ്ഞാൽ കാര്യമായൊരു നേതൃനിര അവിടെ ഇല്ല എന്നുള്ളത് ഒരു പ്രസക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന രാഹുൽ ഗാന്ധി AICC അധ്യക്ഷനാക്കുന്ന തെരഞ്ഞെടുപ്പിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച, അന്ന് AICCയുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷനായിരുന്ന, ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് കണ്ണൂർ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു നേതൃത്വം കരുതുന്നത്. അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിയമസഭയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കരുത്തുറ്റ ഒരു നിര തന്നെ അവിടെ ഉണ്ടാകും. KPCCയുടെ മുൻ അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരുപക്ഷെ കെ മുരളീധരനും കൂടി വിജയിച്ചു വരികയാണെങ്കിൽ KPCCയുടെ മുൻ അധ്യക്ഷർ നിറഞ്ഞ ഒരു വലിയ ഒരു നിര അവിടെ ഉണ്ടാകും. ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വകുപ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകുക എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റവും കൂടുതൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരിടമായി പറഞ്ഞു കേൾക്കുന്നത് കണ്ണൂരാണ്. മറ്റൊന്ന് കൊയിലാണ്ടിയും നാദാപുരവും പേരാമ്പ്രയുമായിരുന്നു. നാദാപുരവും പേരാമ്പ്രയും വെച്ച് മാറുകയാണെങ്കിൽ പേരാമ്പ്രയിൽ നിന്ന് ജനവിധി നേടാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അതേസമയം കൊയിലാണ്ടി എന്ന് പറയുന്നത് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ശക്തമായി അവിടെ പ്രവർത്തനം നടത്തുകയും അവിടെ വളരെയധികം സജീവമാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏകദേശം K പ്രവീൺകുമാർ കൊയിലാണ്ടിയിൽ തന്നെ മത്സരം ഉറപ്പിച്ച ഒരു സാധ്യതയാണുള്ളത്, സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഒരു മട്ടാണുള്ളത്. ഒപ്പം തന്നെ നാദാപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള KM അഭിജിത്തും കൃത്യമായി നേരത്തെ തന്നെ അവിടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ KM അഭിജിത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ഇനി അഥവാ പേരാമ്പ്ര വെച്ച് മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ മുസ്ലിം ലീഗ് തിരൂരങ്ങാടിയിൽ AK ആന്റണിയെ മത്സരിപ്പിച്ചതുപോലെ പേരാമ്പ്രയിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന്റെ സീറ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാൻ സന്നദ്ധമാവുമോ എന്ന കാര്യം കണ്ടറിയണം. പക്ഷേ ഘടകകക്ഷികളുടെ സീറ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാതെ കണ്ണൂർ പോലുള്ള ഒരു ഉറച്ച ഇടത്ത് മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കുക എന്നൊരു അഭിപ്രായത്തിനാണ് ഇപ്പോൾ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പ്രാമുഖ്യം വന്നിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമമായ ഒരു തീരുമാനം വരിക ജനുവരി 4-നും 5-നും വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ക്യാമ്പിന് ശേഷമായിരിക്കും ഉണ്ടാവുക. നിലവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു സമ്മതം മൂളിയിട്ടില്ല എന്നുള്ളതാണ് മുല്ലപ്പള്ളിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിന് ശേഷമുള്ള ചർച്ചകൾ അതെങ്ങനെയായിരിക്കും, ക്യാമ്പിനകത്ത് നടക്കുന്ന ചർച്ചകൾ എങ്ങനെയായിരിക്കും, അതിനനുസൃതമായിട്ടായിരിക്കും മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാവുക. അങ്ങനെ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവാൻ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അത് കണ്ണൂരിൽ നിന്നാകാനാണ് എന്നുള്ളതാണ്. അങ്ങനെ മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് സ്ഥാനാർത്ഥിയാവാനുള്ള ഏറ്റവും വലിയ സാധ്യത കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നായിരിക്കുമെന്നുള്ള സൂചനകളാണ് കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു കരുത്തുറ്റ പോരാട്ടം നടത്തി ഒരു ശക്തമായ ഒരു മുതിർന്ന നേതാക്കളുടെ നിരയും ഒപ്പം തന്നെ 50% വരുന്ന യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന ഒരു നിരയും വാർത്തെടുത്തുകൊണ്ട് ഒരു കരുത്തുറ്റ നിരയെ തന്നെ നിയമസഭയിലേക്ക് അയക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. മന്നഞ്ചേരി ആഘോഷത്തിന് പെരുന്നനയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവഗണിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പരിപാടിക്കിടെ ചെന്നിത്തലയോട് സംസാരിക്കാനായി രാഹുൽ ശ്രമിച്ചുവെങ്കിലും ചെന്നിത്തല മുഖം കൊടുക്കാതെ നടന്നു നീങ്ങി. മാങ്കൂട്ടത്തിലിനെതിരെ നിർബന്ധിത ഗർഭം അലസിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ VD സതീശനും രമേശ് ചെന്നിത്തലയും മാങ്കൂട്ടത്തിലിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതേസമയം കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമായത്. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ശബരിമലയിൽ മണ്ഡലകാല
മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഡിസംബർ 30 ശബരിമല ശ്രീധർമ്മ ശാസ്താക്ഷേത്രം നട തുറന്നതിനു ശേഷം ഇതുവരെ 2,17,288 അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത്. ഡിസംബർ 30 വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. 57,256 പേർ ദർശനം നടത്തി. വിർച്വൽ ക്യൂവിലൂടെ 20,477 പേരും, സ്പോട്ട് ബുക്കിംഗിലൂടെ 4,401 പേരും, പുൽമേട് വഴി 4,283 പേരുമാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. ഡിസംബർ 31 90,350 പേർ സന്നിധാനത്ത് എത്തി. വിർച്വൽ ക്യൂവിലൂടെ 26,870 പേരും, സ്പോട്ട് ബുക്കിംഗിലൂടെ 7,318 പേരും, പുൽമേട് വഴി 4,898 പേരും ദർശനം നടത്തി. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 10,360 രൂപ, പവന് 82,880 രൂപ. വെള്ളി ഗ്രാമിന് 247 രൂപ, കിലോയ്ക്ക് 2,47,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. ഇടവേള. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. ഒന്നാം സമ്മാനം 20 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 10 ലക്ഷം വീതം 20 പേർക്ക്, നാലാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക്, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite plum cakes. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. ഈ നാടിന്റെ ധൈര്യം. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറീസ്. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. കേരള വിഷൻ ന്യൂസ്
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Hurix Google TV by CJ Smart. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. പുതുവർഷത്തിൽ റിലീസിനൊരുങ്ങുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. കുഞ്ചാക്കോ ബോബൻ, ദിനേശ് പോത്തൻ, സജിൻ ഗോപു, ചിദംബരം എന്നിവരാണ് പോസ്റ്ററുകൾ പുറത്ത് എത്തിച്ചത്. ഇവരുടെ നിൽപ്പിലും നോട്ടത്തിലും തന്നെ ഏറെ ദുരൂഹതയുണ്ട്. ചിത്രത്തിന്റെ പേരിനെ അനർഹമാക്കുന്ന പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വയനാട്, തിരുനെല്ലി എന്നീ ലൊക്കേഷനുകളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. രാജേഷ് മാധവ്, ശരണ്യ രാമചന്ദ്രൻ, പൂജ മോഹൻരാജ്, ദിവ്യ രതീഷ് പൊതുവാൾ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നെസ്ലൻ നായകനാകുന്ന മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. പുതിയ സാറ്റലൈറ്റ് ഡിസൈനിലാണ് ചിത്രം എത്തിക്കുന്നത്. വിനോറോജ് ലുക്കിൽ ഹാർഡിക് ക്യാമറയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പോസ്റ്ററിൽ നെസ്ലനാണ് ഉള്ളത്. ഡിവിഡിയുടെ കവറിന്റെ സ്റ്റൈലിലാണ് പോസ്റ്ററിന്റെ ഡിസൈൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നതാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. നീരജ് മാധവും അൽതാഫ് സലീമും പ്രധാന വേഷങ്ങളിലെത്തുന്ന സയൻസ് ഫിക്ഷൻ ഏലിയൻസ് കോമഡി ചിത്രം പ്ലൂട്ടോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിരിക്കും പ്ലൂട്ടോ എന്ന സൂചനയാണ് പുറത്തിറക്കിയ പോസ്റ്റർ നൽകുന്നത്. എങ്കിലും ചന്ദ്രികയ്ക്ക് ശേഷം ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് പ്ലൂട്ടോ. ഓർട്ടിക് ഫിലിംസ് ഇന്റർനാഷണൽ ബാനറിൽ രഞ്ജു കുമാർ, രശ്മി രഞ്ജു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ അജു വർഗീസ്, ആർഷ ബൈജു, ദിനേശ് പ്രഭാകരൻ, വിനീത് തട്ടിൽ, സുബിൻ ടാർസൻ എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ഗണപതിയും സാഗർ സൂര്യയും നായകന്മാരാകുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രകമ്പനത്തിന്റെ ടീസർ പുറത്തിറക്കി. നവരസ ഫിലിംസ് കാർത്തിക് സുബ്ബരാജിന്റെ പ്രൊഡക്ഷൻസ് കമ്പനിയായ സ്റ്റോൺ ബഞ്ച് സ്റ്റുഡിയോസും ഒരുമിച്ചാണ് പ്രകമ്പനം പുറത്തിറക്കുന്നത്. ഈ വർഷത്തെ ആദ്യം തന്നെ റിലീസ് ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. ഒരു കംപ്ലീറ്റ് ഹൊറർ കോമഡി എന്റർടൈനർ ആണ് ചിത്രം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ടീസർ പുറത്തിറങ്ങിയത്. പ്രേതത്തിന് ഭൂതത്തിന് കൊടുത്തിട്ട് ബാക്കിയുണ്ട് ഞങ്ങൾക്ക്. മനുഷ്യന് വിശക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരും ഇല്ലാന്ന്. പിന്നെ അകത്തുനിന്ന് പൂട്ടിയ നിന്റെ അച്ഛനാ. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് തിരുവങ്ങൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്ന് സർവീസ് റോഡിലേക്ക് വീണു. ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന സർവീസ് റോഡിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. തിരുവങ്ങൂരിൽ ദേശീയപാത ബലക്ഷയം പാർലമെന്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആരോപിച്ചു. ദേശീയപാത ദുരന്തപാതയായി മാറുകയാണെന്ന സംഭവ സ്ഥലം സന്ദർശിച്ച PV അൻവറും കുറ്റപ്പെടുത്തി. കഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാതയിലെ കരാറെടുത്തുള്ള ക്രമക്കേടുകൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. 800 ചില്ലാൻ കോടി അദാനി ഗ്രൂപ്പ് നോക്കുകൂലി വാങ്ങിയ ഒരു റീച്ചാണ് റീച്ച്. അവിടെയാണ് ഒന്ന് പണി പൂർത്തീകരിച്ചിട്ടില്ല, സർവീസ് റോഡ് പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീഴിക്കുന്നത്. ഇന്ന് ഈ സ്കൂളില്ലാത്ത അവസ്ഥ കൊണ്ടാണ്. ഇത് തൊട്ടുപിടി സ്കൂളാണ്. വിദ്യാർത്ഥികൾ നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്ന സ്ഥലമാണിത്.
കുട്ടികളൊന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വലിയൊരു ദുരന്തം സാക്ഷ്യം വഹിക്കുകയാണ്. ഇതൊരു ദുരന്ത പാതയാവുകയാണ്. സത്യത്തിൽ ഇതിനെന്ത് പരിഹാരം ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ ഇൻഷുറൻസ് ഇവിടെ ഏർപ്പെടുത്തേണ്ടി വരും. അതായത് നാഷണൽ ഹൈവേൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്നതോടു കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ആവിഷ്കരിക്കാതെ വലിയ ദുരന്തം, ഇതൊക്കെ ഒരു തലനാരിഴക്ക് രക്ഷപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് 2026 നടക്കുന്നതിന് മുമ്പ് ഇത് പൂർത്തീകരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം, ആ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് എന്ത് തരികിട തട്ടിപ്പ് പരിപാടി നടത്തിയാലും കോൺട്രാക്ടർമാർക്ക് അത് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നാഷണൽ അതോറിറ്റി, ഹൈവേ അതോറിറ്റി ഇവിടെ മാറി. ദേശീയപാത അഴിയൂർ വെങ്ങളം റീച്ചിൽ കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത തിരുവങ്ങൂരിലാണ് അപകടമുണ്ടായത്. തിരുവങ്ങൂർ അടിപ്പാതയ്ക്കും തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും മൊത്ത മധ്യത്തിലായാണ് ഈ ക്രെയിനിൽ സ്ലാബ് ഉയർത്തുന്നതിനിടെ സർവീസ് റോഡിലേക്ക് വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ഇവിടെ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇന്ന് സ്കൂളിൽ കുട്ടികൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു, കാരണം അവധിക്കാലമായതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് എന്നുള്ളതാണ് നാട്ടുകാർ ആശ്വസിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സർവീസ് റോഡിലാണ് ഇത്തരത്തിൽ അധികൃതരുടെ അശ്രദ്ധ കാരണം ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രദേശം കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനർ PV അൻവറും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TT ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ അല്പം മുൻപ് സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, പൊന്തിക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ഇത് പലവട്ടമായിട്ട് ഇവിടെ ഇതിൻ്റെ മുന്നേ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ പണി അവസാനിച്ച് പോകാൻ നേരത്താണ് ഇതിന് വിള്ളലുണ്ടായി. അത് വീണ്ടും പൊളിച്ചു മാറ്റി. അതിൻ്റെ ഭാഗമാണ് ആ സൈഡ് കിടക്കുന്നത്. ഇപ്പം അവിടെ ഫുള്ളായിട്ടില്ല. ഈ സംവിധാനം ഇവിടെ പ്രായോഗികമല്ല എന്ന് എത്രയോ വട്ടങ്ങളായി, എത്രയോ പല പ്രാവശ്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ സംവിധാനത്തിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ഇങ്ങനെ ഇടയുന്ന. ഞങ്ങൾ പലവട്ടം അവരോട് ആവശ്യപ്പെട്ടത്, ഇവിടെ ഒരു ബ്രിഡ്ജ് ഓവറാണ് ആവശ്യം. ഇത്രയും ഹൈറ്റുള്ള ഒരു പാലത്തിന് ഇതേ രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അത് കാലക്രമേണ അപകടത്തിലേക്ക് നടക്കും. വലിയൊരു ദുരന്തം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെ വ്യാപാരികളുണ്ട്, സമീപത്തെ വ്യാപാരികൾ അടക്കമുള്ളവരുണ്ട്. ഇത് ഇങ്ങനെ തകർന്നു വീഴുമ്പോൾ നിങ്ങളെ പോലുള്ളവരാണ് വലിയൊരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ? എന്താണ് ഞങ്ങളിവിടെ എത്തുമ്പോൾ സ്ലാബ് ഇവിടെ താഴെ വീണ് കിടക്കുകയാണ്. അവർ ഉപയോഗിച്ച സ്ലാബ് എന്ന് വെച്ചാൽ സ്ലാബ് പൊക്കാൻ വിചാരിച്ചൊരു പ്ലാസ്റ്റിക് സാധനമാണ്, നമ്മളെ റബ്ബർ ഷീറ്റില്ലേ, അതാണ് ഇട്ടത്. ഇവരെ പ്രവർത്തനം തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഒരു പ്രാവശ്യം ഇതേമാതിരി പ്രശ്നം വന്നവരാണ് ഞങ്ങൾ തടഞ്ഞ് അതിന് ശേഷമാണ് ഇത് പൊളിക്കാൻ തുടങ്ങിയത്. അന്ന് ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാരൊക്കെ വന്ന് ഓരോ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ പിന്നും പണി തുടങ്ങാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഇതിന് മുന്നേ ഞങ്ങൾ MP മാരും MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ വെങ്ങളം ഭാഗത്തുള്ള മാതിരി തന്നെ പില്ലറിലുള്ള ഇത് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു രക്ഷയുള്ളൂ. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുള്ളൂ. പ്രത്യേകിച്ച് 3000 ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്. ഇന്ന് എന്തോ ഒരു ഭാഗ്യം വെച്ചാൽ മക്കൾ മൊത്തം ഇതിൽ രണ്ട് സൈഡ് കൂടിയാണ്. വെയിലുള്ള സമയമാണല്ലോ. എന്തോ മക്കളെ ഭാഗ്യമല്ല, നമ്മളെ നാട്ടുകാരെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഇല്ലാതെ സംഭവിച്ചത്. അത് നമുക്ക് ഒരു ആശ്വസിക്കാം. ഇതാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂളില്ലാത്തത് വലിയ ഭാഗ്യമായി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയം പാർലമെൻറ്റിൽ ഷാഫി പറമ്പിൽ MP പലതവണ ഉന്നയിച്ചതാണ്. ഈ അഴിയൂർ വെങ്ങളം റീച്ചിൽ പ്രത്യേകിച്ച് ഈ തിരുവങ്ങൂരിലെ അപകട അവസ്ഥ പലതവണ ഷാഫി പറമ്പിൽ MP പാർലമെൻറ്റിൽ എല്ലാം തന്നെ ഉന്നയിച്ചതാണ്. എന്നിട്ടും ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാർ കൂടി ഉന്നയിക്കുകയാണ്. അതാണ് ഇത്തരത്തിലുള്ള അപകടം ആവർത്തിക്കാൻ ഒരു കാരണമാകുന്നത് എന്നുകൂടി നാട്ടുകാർ വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ പാചകവാതകം ചോർന്നെന്ന സംശയം. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്ന് പാചകവാതകത്തിന്റെ ഗന്ധം ഉയർന്നു. രൂക്ഷഗന്ധം ഉയർന്നതോടെ പരിഭ്രാന്തരായ ജനങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അവിടെ നിന്നൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്ക് കടക്കാം. ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാച്ചുറേഷൻ ഇഷ്യൂ ഉണ്ടാവും. എനിക്ക് ഇവിടെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്, പെയിൻ വന്നു തുടങ്ങി. ഹാർട്ട് പേഷ്യൻസിന് സാച്ചുറേഷൻ ഇഷ്യൂ 100% ഉറപ്പാണ്. ഇപ്പം മഞ്ഞാണ് കാലാവസ്ഥ, മേലേക്ക് പോകുന്ന ഗ്യാസ് മേലേക്ക് പോകുന്നില്ല, താഴെ നിൽക്കുകയാണ്. ഡൽഹിയിൽ എങ്ങനെയാ സ്മോഗാണ് ഉണ്ടാകുന്നത്, അത് കൂട്ട് തന്നെ ഈ ഗ്യാസ് മേലേക്ക് പോകുന്നില്ല. ഇവർ പറയുന്നു ഈ സാധനം ഇതിന്റെ ഒരു ഓർഡർ മാത്രമാണ്, സ്മെല്ല് മാത്രമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത് നല്ലതല്ല. ഇത്തിരി നേരം എനിക്ക് ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങി. സ്ഥിരമുള്ള ആൾക്കാർക്ക് അത് കുറേശ്ശെ അതിനെ അഡോപ്റ്റ് ചെയ്യും. പയ്യെ ഇതിൻ്റെ ഉള്ളിലുള്ള ലങ്സ് അങ്ങോട്ട് പോയി കിട്ടും. ഹാർട്ട് പേഷ്യൻസിന് എന്തായാലും ഏറ്റവും കുറഞ്ഞത് 3 മാസത്തിൻ്റെ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും. ഈ നേരെ കാണുന്ന വീടിൻ്റെ ഉള്ളിൽ ഫ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 99%
നമ്മുടെ നോളജ് വെച്ച് നമുക്ക് കിട്ടുന്ന മണം ഗ്യാസിൻ്റെയാണ്. ചേട്ടന് ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിൽ തീ എത്തിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തരും. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ് ആന്റണി, പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം അന്തരീക്ഷത്ത് ഈ രൂക്ഷഗന്ധം ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അത് പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബൈറ്റിൽ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ പറയുന്നുണ്ട്, വളരെ പ്രായം ചെന്നവരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഇവിടെയുണ്ട്, ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകും എന്നുകൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് അനീഷ് ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ? തീർച്ചയായും ഈ പ്രദേശവാസികൾ ആകെ ഭീതിയിലാണ്. കാരണം ഇത് ഗ്യാസിന്റെ മണമാണോ, വെറും മണമാണോ, അതോ ഗ്യാസാണോ ലീക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു വ്യക്തത ഇപ്പോഴും പ്രദേശവാസികൾക്ക് വന്നിട്ടില്ല. ഈ സംഭവം കുന്നംകുളം ചൊവ്വന്നൂരിലാണ്. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷന് സമീപത്താണ്. അവിടെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലൊരു ആശങ്ക ഉള്ളത്. ഈ റെഗുലേറ്റർ സ്റ്റേഷന്റെ 300 മീറ്റർ ചുറ്റലുള്ള ആളുകൾക്ക് ഗ്യാസിന്റെ മണം വലിയ രീതിയിൽ ഇന്ന് രാത്രി 8 മണി മുതൽ രൂക്ഷഗന്ധമാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെയും സമാന രീതിയിൽ ഇത്രയ്ക്കധികം രൂക്ഷമായില്ലെങ്കിൽ കൂടി ഗ്യാസിന്റെ ഒരു മണം അവിടെ സ്ഥിരമായി ഉണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 3 വർഷമായി ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ റെഗുലേറ്റർ സ്റ്റേഷൻ ആരംഭിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടേക്ക് എത്തി. ഇവിടെ നിന്നും സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് സ്പ്ലിറ്റ് ചെയ്ത് വിടുന്ന ഒരു സംവിധാനമാണ് ഈ റെഗുലേറ്റർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ വലിയ ഗന്ധം വരുന്നത്. നാട്ടുകാർ ആകെ പരിഭ്രാന്തിയിലാണ്. ശ്വാസമുട്ട് ഉൾപ്പെടെ നാട്ടുകാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹൃദ്രോഗികൾ ഉൾപ്പെടെ പ്രദേശത്തുണ്ട്. അവർക്ക് വലിയ കടുത്ത ബുദ്ധിമുട്ടാണ് ഈ മണം കൊണ്ടുണ്ടാകുന്നത്. ഇത് മണമാണോ അതോ യഥാർത്ഥ ഗ്യാസ് ആണോ ലീക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ നിറയെ ഉള്ളത്. ഇതനുസരിച്ചാണ് ഈ മണം വന്നതോടെയാണ് ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടത്. കുന്നംകുളം ഫയർഫോഴ്സ് എത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധമൊക്കെ ഇപ്പോൾ വിച്ഛേദിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഉദ്യോഗസ്ഥർ, ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ, ഈ റെഗുലേറ്റർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എത്തി ഗ്യാസ് ലീക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം പ്രദേശവാസികളോട് പറയുന്നുണ്ട്. ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി അവിടെ അലാറാം ഉണ്ട്, അലാറാം പ്രവർത്തിക്കും. പക്ഷേ ഇതൊന്നും പ്രദേശവാസികൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മെഷീൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് പ്രദേശവാസികളോട് ആരായതുണ്ട്. അത്തരത്തിലൊരു മെഷീൻ നിലവിൽ അവിടെ ഇല്ല. തൃശ്ശൂരിൽ നിന്ന് എത്തിക്കണം, ഒരു ആൾ ആ മെഷീനുമായി എത്തുമെന്നുള്ളൊരു കാര്യമൊക്കെ പ്രദേശവാസികളോട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആശങ്ക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഗ്യാസ് ആണോ അതോ ഗ്യാസിൽ ചേർക്കുന്ന മണം മാത്രമാണോ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നുള്ള ആശങ്ക എന്തായാലും പ്രദേശത്ത് കടുത്ത ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ട്. പ്രത്യേകിച്ച് പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മഞ്ഞുകാലമാണ്, അന്തരീക്ഷത്തിൽ മഞ്ഞ് വ്യാപിച്ച് നിൽക്കുന്ന സമയമായതിനാൽ ഈ ഗ്യാസിന്റെ മണം മുകളിലേക്ക് പോകാതെ പ്രദേശത്ത് തങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് വലിയ രീതിയിലുള്ള മണം അവർക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. സാധാരണ ചൂടുകാലത്തും മറ്റ് കാറ്റുകാലത്തും ഒന്നും ഇത്രയ്ക്ക് അധികം ഒരു മണം അവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. മഞ്ഞുകാലം ആയതോടെയാണ് കടുത്ത മണം വന്നത്. അത് എടുത്തു പറയേണ്ടത് ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം രൂക്ഷഗന്ധം അനുഭവപ്പെടുകയാണ് ഉണ്ടായത്. അതോടെയാണ് ഇവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി പ്രദേശത്തെ ഈ വൈദ്യുത ബന്ധമൊക്കെ ഇപ്പോൾ വിച്ഛേദിച്ച് നിർത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഗ്യാസ് ആണോ ഗ്യാസിന്റെ മണമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ പ്രദേശവാസികളെ സ്ഥിരീകരിക്കാൻ ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ആയിട്ടില്ല എന്നതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. രേണുക. ശരി അനീഷ്, എന്തായാലും കുന്നംകുളം ചൊവ്വന്നൂരിൽ പാചകവാതകം ചോർന്നെന്ന സംശയം. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്നാണ് പാചകവാതകത്തിന്റെ രൂക്ഷഗന്ധം ഇപ്പോൾ പ്രദേശത്ത് ഉയരുന്നത്. എന്തായാലും പ്രദേശവാസികൾ പരിഭ്രാന്തരായിരിക്കുകയാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആശങ്കാജനകമില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസും ഫയർഫോഴ്സും പറയുന്നത്. പക്ഷേ പ്രദേശവാസികൾ ഏറെ പരിഭ്രാന്തരാണ്. ശ്വാസമുട്ടൽ പോലെയുള്ള ചില തടസ്സങ്ങൾ അവർക്കും അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് അനീഷ് ആന്റണിയാണ്. ഇടവേള. കൊല്ലംകാർക്കൊരു സന്തോഷ വാർത്ത. ലൈറ്റ് വെയ്റ്റിന്റെ റാണിയായ അൻഷുര ജ്വല്ലേഴ്സ് ആൻഡ് ഋതു ഡയമണ്ട്സ് ഇപ്പോ അടൂരും കൊച്ചിയിലും മാത്രമല്ല, കൊല്ലം ചിന്നക്കടയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്.
അറിഞ്ഞോ യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. Get ready to have your mind tied up. Mr. Made Skazoo from Skazan India. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി 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 ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Aquila Finance, the legacy of trusted service since 1995. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Make this a solar-powered Christmas with a light pudding cakes. Sun Medical and Research Center, a unit of Trichur Heart Hospital Limited, first NABH accredited hospital in Thrissur. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോ തിരഞ്ഞെടുക്കപ്പെട്ടു. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കി കേരളം അവതരിപ്പിച്ച ടാബ്ലോ ഡിസൈനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തിരഞ്ഞെടുത്തത്. 2023 അവസാനമായി കേരളം പരേഡിൽ ഇറങ്ങിയത്. ഹിമാചൽ പ്രദേശിൽ വിദ്യാർത്ഥിനി മരിച്ചു. ധരംശാലയിൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്നതാണ് വിവരം. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 26 19-കാരി മരിച്ചത്. കുട്ടിയുടെ മരണത്തിൽ 3 വിദ്യാർത്ഥികൾക്കും ഒരധ്യാപകനുമെതിരെ കേസെടുത്തു. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് കേസ്. ഹർഷിത, ആകൃതി, പ്രൊഫസർ അശോക് കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. ഇൻഡോറിലെ മലിനജല ദുരന്തത്തിൽ നടപടിയുമായി മധ്യപ്രദേശ് സർക്കാർ. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അധികൃതർക്കെതിരെയാണ് നടപടി. ഇൻഡോർ അഡീഷണൽ കമ്മീഷണർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെ മാറ്റാനാണ് നിർദ്ദേശം. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘത്തെയും നിയമിച്ചു. ഇൻഡോറിൽ മലിനജലം കുടിവെള്ളത്തിൽ കലർത്തിയ സംഭവത്തിൽ മരണം 10 പ്രധാന ജലവിതരണ പൈപ്പിൽ എങ്ങനെ ചോർച്ചയാണ് പൈപ്പ് ലൈനിലെ ചോർച്ചയാണ് മലിനീകരണത്തിന് കാരണമെന്ന് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടെത്തിയത്. പൈപ്പിങ്ങിന് മുകളിലായി ശുചിമുറി നിർമ്മിച്ചിരുന്നു. ഇവിടെ നിന്നുള്ള മലിനജലം കുടിവെള്ളത്തിൽ കലർന്നതാണ് സംഭവത്തിന് കാരണമായത് എന്നതാണ് കണ്ടെത്തൽ. अच्छा, साथ में ही थे, भाभी थे, छुट्टी करा के प्रशासन ने नहीं दी. कह रहे थे कि इलाज चलेगा अभी आपका लंबा. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ RSS ആണെന്ന്
ബസോലിയസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മതഭ്രാന്തന്മാരെ ഭരണാധികാരികൾ നിയന്ത്രിക്കണം. ഇനി പള്ളികൾക്ക് അകത്തും ആക്രമണം ഉണ്ടാകുമോ എന്നുമുള്ള ആശങ്കയും കത്തോലിക്ക ബാവ പ്രകടിപ്പിച്ചു. ഇത് തെറ്റായ സമീപനമാണെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ക്രിസ്ത്യാനി സമൂഹത്തിനെതിരെ നടക്കുന്നതായ ആക്രമണങ്ങൾ RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജരംഗ് ദളും അതുപോലെ VHPയും ഒക്കെ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ പക്ഷേ ഏത് മതത്തിലും അതിൽ മതഭ്രാന്തന്മാരുണ്ടാകാം. ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിൻ്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദപ്പെട്ടവർ. അത് ഏത് സമൂഹത്തിലുമാകട്ടെ ഏത് മതത്തിലുമാകട്ടെ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. തെരച്ചിക്കോണം സ്വദേശി അസഹറുദ്ദീനെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയെ പിന്തുടർന്ന അസഹറുദ്ദീൻ ആളൊഴിഞ്ഞ ഭാഗത്തെത്തി ഉപദ്രവിക്കുകയായിരുന്നു. സംഭവശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് യുവതിയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം മൂവാറ്റുപുഴയിൽ നിന്നും പുതിയതായി ആരംഭിച്ച KSRTC സർവീസിനെ ചൊല്ലി LDF UDF പ്രവർത്തകർ തമ്മിൽ തർക്കം. മൂവാറ്റുപുഴയിൽ കല്ലൂർക്കാട് വഴി തൊടുപുഴയ്ക്കുള്ള റൂട്ടിൽ അനുവദിച്ച KSRTC ബസിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചാണ് ഇരു മുന്നണി പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായത്. LDF പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച ബസ്സിൽ സ്ഥാപിച്ച ഫ്ലെക്സ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ വാഹനത്തിൽ ഉണ്ടായിരുന്നു. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കടിപിടി കൂടുന്നത് ജനങ്ങൾ പുച്ഛത്തോടെയാണ് കാണുന്നതെന്നും താൻ ക്രെഡിറ്റ് തട്ടിയെടുക്കുമെന്നും കരുതുകയാണെങ്കിൽ തനിക്ക് ആരുടെയും ക്രെഡിറ്റ് വേണ്ട എന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. അല്ലാണ്ട് ഇതാണ് രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഉൾപ്പെടുത്തി അവിടെ നിന്ന് തുടങ്ങിയ ഒരു ബസ് റൂട്ടാണ്. ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് KSRTC വരുന്നത്. അപ്പോൾ അത്രയും നല്ല സന്തോഷകരമായ അവസരത്തിൽ അവിടെ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ സർക്കാർ ഭരിക്കുന്ന സർക്കാർ ഇടതുപക്ഷമാണെന്നറിയാം. നമുക്ക് അതിനുശേഷം അവർക്ക് സ്വീകരണം നൽകണമെന്ന ഒരു അവസരം കൂടി സ്വീകരണം നൽകി. അപ്പോൾ അവിടുന്ന് ഒരു പോർഷനിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ബാനർ കെട്ടണമെന്ന് ബാനറും കെട്ടിയാൽ വന്നു. പിന്നെ ഒരു ബസ്സിൻ്റെ ഈ എയർ ഹോൾ അടച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ KSRTC തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദീർഘമായിട്ട് പോകുന്ന സമയത്ത് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും ഇത് ആരുടെ നേട്ടമാണെന്ന് ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കടിപിടി കൂട്ടുന്ന അല്ലെങ്കിൽ ഇതുപോലെ നിസ്സാരമായി പ്രവർത്തിക്കുന്ന ആളുകളെ വങ്ങേറ്റം പുച്ഛത്തോടു കൂടി ഇതിനെ കാണത്തുള്ളൂ. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനം. കൊല്ലം കുണ്ടറയിൽ ഇൻഫന്റ് ജീസസ് സ്കൂളിലെ കുട്ടികളുടെ പ്രദർശന വിരുന്ന് സ്പാർക്ക് 2026 എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. ഫുഡ് കോർട്ട്, ഗെയിം സോൺ, തുണിത്തരങ്ങൾക്ക് ചായം തേക്കൽ, ലോഷൻ, സോപ്പ് പൊടി, KG, LKG കുട്ടികളുടെ പ്രത്യേക സെക്ഷൻ മുതൽ 3 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായുള്ള പ്രത്യേക സെക്ഷൻ, സയൻസ് ആൻഡ് മാത്സ് കോർണർ, ക്രാഫ്റ്റ് വർക്ക് എന്നിങ്ങനെ പല സെക്ഷനുകളായിട്ടാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. LKG മുതൽ 7ാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുത്തത്. പത്തനംതിട്ടയിലെ DJ പാർട്ടിയിൽ പോലീസ് ഇടപെട്ട സംഭവത്തിൽ നടപടിയെടുക്കാൻ ADGPക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്തനംതിട്ട ടൗണിൽ ഇന്നലെ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പോലീസ് ഇടപെട്ടത്. DJ പാർട്ടിക്ക് അനുമതിയില്ലെന്നും പറഞ്ഞ പോലീസ് ഇവരുടെ ലാപ്ടോപ്പ് പൊട്ടിച്ചതായും ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം തള്ളുകയാണ് പോലീസ്. 12 മണിവരെ ഗാനമേള നടത്താനുള്ള അനുമതിയാണ് ഉണ്ടായിരുന്നത്. 1:15 മണിയായിട്ടും DJ നിർത്താൻ പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മുതിർന്ന CPIM നേതാവ് G. സുധാകരനെ വീട്ടിലെത്തി കണ്ട തിരുവനന്തപുരം മേയർ VV രാജേഷ്. G. സുധാകരനെ പൊന്നാടയണിച്ച് ആദരിച്ച ആരോഗ്യവിവരം ചോദിച്ചറിഞ്ഞ ശേഷമാണ് മടങ്ങിയത്. പുതിയ ദൗത്യത്തിന് പിന്തുണ തേടിയുള്ള സന്ദർശനമാണ് ഇതെന്ന് സന്ദർശനത്തിന് ശേഷം VV രാജേഷ് പറഞ്ഞു. പുതിയ ചുമതല ഏറ്റെടുത്ത VV രാജേഷ് G. സുധാകരനെ
ജി സുധാകരൻ ആശംസ അറിയിച്ചു. ആലപ്പുഴയിലെ BJP നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാലിന് പരിക്കേറ്റ ഏറെ നാളായി വിശ്രമത്തിൽ കഴിയുകയായിരുന്നു ജി സുധാകരൻ. മലപ്പുറം പൊന്നാനിയിൽ റിട്ടയർഡ് അധ്യാപികയുടെ വീട്ടിൽ നിന്നും 17 പവൻ സ്വർണവും വില കൂടിയ വാച്ചും മോഷണം നടത്തിയ യുവതി പിടിയിൽ. പള്ളപ്രം സ്വദേശി അശ്വതിയാണ് പിടിയിലായത്. ദമ്പതികളായ മിലിറ്ററി ഉദ്യോഗസ്ഥന്റെയും റിട്ടയർഡ് അധ്യാപികയുടെയും വീട്ടിൽ നിന്ന് 1 വർഷത്തിനിടയിൽ 17 പവൻ സ്വർണ്ണ ആഭരണങ്ങൾ, വിലയേറിയ മദ്യക്കുപ്പികളും റാൻഡോ വാച്ചുമാണ് മോഷ്ടിച്ചത്. മോഷ്ടിച്ച സ്വർണം പലപ്പോഴായി പണയം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ആയിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ 36ാമത് അഖിലേന്ത്യാ സെൻവസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 5-ന് ആരംഭിക്കും. പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയും വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷൻ സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഈഗിൾസ് CA ക്യാമ്പ്സ് വിന്നേഴ്സ് ട്രോഫിക്കും ക്ലാസിക്കോ അപ്ഡേറ്റ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ടീമുകൾ മാറ്റുരയ്ക്കുന്നത്. കേരളത്തിലെ പ്രമുഖ 7 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ നൈജീരിയ, ഘാന, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ താരങ്ങളും വിവിധ ടീമുകളും അണിനിരക്കും. മത്സരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ ഹൈവേ ഉമയനല്ലൂരിൽ നിർമ്മിച്ച അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ നടപടി വേണമെന്ന് നാട്ടുകാർ. നിർമ്മാണം പുനഃപരിശോധിച്ച വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കടന്നുപോകാൻ പറ്റുന്ന വിധം ഉമയനല്ലൂർ മുതൽ മൈലക്കാട് വരെ വൻമതിൽ വേണ്ട തൂണിൽ നിർമ്മിച്ച റോഡ് മതി എന്ന ആവശ്യവുമായി ഉമയനല്ലൂരിൽ ആരംഭിച്ച സർവകക്ഷി സംയുക്ത സമരസമിതിയുടെ റിലേ സത്യാഗ്രഹം 12ാം ദിവസവും തുടരുന്നു. ഓരോ ദിവസവും ഓരോ അംഗങ്ങൾ വീതമാണ് റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതുവരെ സത്യാഗ്രഹം തുടരുമെന്നതാണ് സമരസമിതിയുടെ അറിയിപ്പ്. പത്തനംതിട്ട കടമനിട്ടയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. 1 മണിക്കൂറോളം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയ പാമ്പിനെ റാന്നിയിൽ നിന്നും വനപാലകർ എത്തിയാണ് പിടികൂടിയത്. സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വൈദ്യുതി പോസ്റ്റിൽ കേബിളുകൾക്കിടയിൽ കുടുങ്ങിയ പാമ്പിനെ കാണുകയും ബഹളം വയ്ക്കുകയുമായിരുന്നു. തുടർന്ന് വനം വകുപ്പ് എത്തി പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടു. വൈദ്യുതി പോസ്റ്റിന് ചുറ്റും കാട് വളർന്നു കിടക്കുന്നതിനാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂർ പടിയൂർ എടത്തിരിഞ്ഞക്കാനിത്തുരത്തിൽ മേഖലയിൽ കടകൾ കുത്തി തുറന്നു മോഷണം. കടയിലെ പൂട്ട് തകർത്ത് 4-അംഗ സംഘമാണ് മോഷണം നടത്തിയത്. ഹോട്ടലിലും അതിന് സമീപത്തെ ബേക്കറിയിലും പലചരക്ക് കടയിലും മോഷണം നടന്നു. ഈ മേഖലകളിൽ ഈ മോഷണത്തിൽ നിന്നായി ഏകദേശം 50,000 രൂപയും വിവിധ സാധനങ്ങളും നഷ്ടമായിട്ടുണ്ട്. പുലർച്ചെ നടന്ന മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. 2 ബൈക്കിലായി എത്തിയ പ്രതികൾ നമ്പർ പ്ലേറ്റ് ഓടിച്ചു വച്ചാണ് യാത്ര ചെയ്തിരുന്നത്. കൂടാതെ ഒരു ബേക്കറി കുത്തി തുറന്ന് കയറി കേക്കും വൈനും കഴിച്ചാണ് പോയത്. ശബ്ദം കേട്ട് എത്തിയ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. പ്രദേശത്തുണ്ടായ മോഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യാപാരികൾക്കിടയിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം തിരുവേക്കപ്പുറ പാലത്തിന്റെ ഉപരിതലത്തിൽ വിള്ളൽ കണ്ടെത്തതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചു. ജനുവരി 1-ന് അർദ്ധരാത്രി മുതൽ 30 ദിവസത്തേക്കാണ് ഗതാഗത നിരോധനം. കാൽനട യാത്രക്കാർക്കും പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കാം. എല്ലാത്തരം വാഹനങ്ങളുടെയും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ലൈൻ ബസ്സുകൾ പാലത്തിന്റെ ഇരുകരകളിലും എത്തി യാത്രക്കാരെ ഇറക്കി മടങ്ങണം. ഗതാഗത നിയന്ത്രണം വന്നതോടെ കൂടി ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഇടവേളയ്ക്ക് പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം.
ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർക്ക് ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്?